നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും റയർ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അതായത് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറൻസിയുടെ മാർക്കറ്റ് മൂല്യം ഈ ഒരു കണ്ടീഷനിൽ, ഇത് ഗ്രേഡഡ് നോട്ടാണ്, 12 ഗ്രേഡേ ഉള്ളെങ്കിൽ പോലും ഈ ഒരു കണ്ടീഷനിൽ ഒരു 50,000 രൂപ വിലയുണ്ട് ഈ ഒരു നോട്ട്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് പെന്നി ബ്ലാക്ക്. ഇത് ചോള ഭരണകാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന സ്വർണ്ണ നാണയമാണ്. നമ്മൾ ഓമല്ലൂർ സിബിച്ചാൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം സിബിച്ചാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കളക്ഷനോട് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഓഫീസിലോട്ട് ഒന്ന് കയറി നോക്കാം എങ്ങനെ അദ്ദേഹത്തിൻ്റെ കളക്ഷനും കാര്യങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ആള്, നമ്മുടെ സിബിച്ചാൻ്റെ ഫ്രണ്ടാണ്. അപ്പം ചേട്ടൻ്റെ കുറച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ സിബിച്ചാൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണിച്ച്, നമ്മുടെ കുറേ വ്യൂവേഴ്സ് ഉണ്ട്, ഈ കോയിൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ കോയിൻസ് അല്ല, എന്നാലും കുറച്ച് കോയിൻസ് ഉണ്ട്. കുറച്ച് ട്രാവൻകൂർ, പിന്നെ മെയിനായിട്ട് ഈ ഓലക്കെട്ടിൻ്റെ കളക്ഷൻ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാമറ, എനിക്ക് സ്റ്റുഡിയോയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുറച്ച് ക്യാമറ, പിന്നെ അങ്ങനെ കുറച്ച് നമ്മൾ എക്സിബിഷൻ വെക്കാൻ വേണ്ടിയിട്ട് സിബിഷൻ്റെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ എക്സിബിഷന് പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു. അങ്ങനെ എക്സിബിഷന് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ഉൾപ്പെടെ സാധനം മേടിച്ചേക്കുന്നത്. അപ്പോൾ ആൻറ്റിക് ഐറ്റംസ് കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആന്റിക്സും കൂടുതൽ ക്യാമറയാണ് കൂടുതലായിട്ട് ഉള്ളത്. ചേട്ടനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ മെയിനായിട്ട് എനിക്ക് കേറ്ററിംഗ് ആണ്. സത്യം ഒരു 70 വർഷത്തോളമായി. ഞാൻ 4ാമത്തെ തലമുറയാണ്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ എഡിറ്റിങ്ങും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഒക്കെയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് സ്റ്റുഡിയോ കാര്യങ്ങൾ. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ചേട്ടൻ്റെ പേര് കറക്റ്റ് നമ്മളിവിടെ ബോർഡ് കണ്ടിരുന്നത് അനിൽ പ്രദേശ് സോമല്ലൂർ എന്നാണ്. അച്ഛന്റെ പേരാണ് അനിൽ. അത് കേറ്ററിംഗിന് നമുക്ക് ആ ഒരു പേരാണ്. കേറ്ററിംഗിന് മാത്രമല്ല നമ്മുടെ ബ്രാൻഡ് നെയിം അനിൽ പ്രദേശ് സോമല്ലൂർ. ഓക്കെ, ചാനലും ഉണ്ടല്ലേ? ചാനലിന്റെ പേരായിരുന്നു അനിൽ പ്രദേശ് ഓമല്ലൂർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഓരോ കളക്ഷൻ ആയിട്ട് നമുക്ക് ഈ കോയിൻസിന്റെയും പിന്നെ നമുക്ക് പ്രൂഫ് സെറ്റുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അങ്ങനെ ഒത്തിരി ആരും ഒന്നും അങ്ങനെ യൂട്യൂബിൽ ഇട്ട് കണ്ടിട്ടില്ല മലയാളത്തിന്റെ പ്രൂഫ് സെറ്റുകൾ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടും. ആണല്ലേ? നമ്മുടെ ഫ്രഞ്ച് ഇന്ത്യയാണ്. ഇപ്പോ ചിലര് ഈ 250 കൺട്രിയുടെ കോയിൻസിന്റെ ഒക്കെ നമ്മൾ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും 200 താഴെയുള്ള കൺട്രികളേ ഉള്ളൂ, പിന്നെ എങ്ങനെ 295 സംതിങ് എന്ന് പറയും. അപ്പൊ അതിനൊരു മെയിനായിട്ട് ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന നാണയങ്ങളും നോട്ടുകളും സ്റ്റാമ്പുകളും എല്ലാം. തന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും റയർ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അതായത് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറൻസിയുടെ ഫ്രഞ്ചിന്റെ ഏറ്റവും കുറഞ്ഞ ഡെനോമിനേഷനാണ് 1 റുപ്പിയ. റുപ്പി എന്നാണ് പറയുന്നത്. റുപ്പി എന്നുള്ള റുപ്പി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു ഫ്രഞ്ച് ടച്ചോടെ കൂടിയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. പോണ്ടിച്ചേരി, മാഹിയിലൊക്കെയാണ്. ഇവരുടെ തന്നെ 10 രൂപയുണ്ട്, അതിൽ 10 ഉറുപ്പിക എന്നാണ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. 10 ഉറുപ്പിക. ഈ ഒരു നോട്ട് ഇങ്ങനെ കാണുന്നെങ്കിൽ ഇതിന് ആവറേജ് മാർക്കറ്റ് മൂല്യം ഈ ഒരു കണ്ടീഷനിൽ, ഇത് ഗ്രേഡഡ് നോട്ടാണ്, 12 ഗ്രേഡേ ഉള്ളെങ്കിൽ പോലും ഈ ഒരു കണ്ടീഷനിൽ ഒരു 50,000 രൂപ വിലയുണ്ട്. ഈ ഒരു നോട്ടിന് വിലയുണ്ട്. ഇതൊരു ആന്റീക്ക് അല്ല, കാരണം ഇത് 1936-45 കാലഘട്ടത്തിലാണ്. കാരണം ഒരു 100 വർഷത്തിൽ പഴക്കമുള്ള നമ്മൾ ആന്റീക്ക് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടോ ട്രാവൽ ചെയ്യുന്നുണ്ടോ ഒരു പ്രോബ്ലം ഉള്ള ഒരു സാധനം. പക്ഷെ 100 വർഷത്തിൽ പഴക്കമുള്ള സാധനങ്ങൾക്കാണ് ഈ ആന്റി കാറ്റഗറി. പക്ഷെ അതേസമയം ഈ നാണയങ്ങൾക്ക് ആ ഒരു പഴക്കം വരും. 1769 മുതലാണ് ഫ്രഞ്ച് ഇന്ത്യയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആ ഒരു പഴക്കമുള്ള നാണയങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെയാണ്. അപ്പൊ ഇന്ത്യയുടെ വരുമ്പോ ഇന്ത്യയായി, ഫ്രഞ്ച് ഇന്ത്യയായി, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ വന്നു, പോർച്ചുഗീസ് ഇന്ത്യ വന്നു. അപ്പൊ അങ്ങനെയാണ് എണ്ണം കൂടുന്നത്. ആ ഒരു ടൈപ്പിലുള്ള മിക്ക ചേട്ടൻ്റെ കയ്യിലുണ്ടല്ലേ? നമ്മളിങ്ങനെ എക്സിബിഷന് പോകുന്നുള്ളത് കൊണ്ട് രീതിയിൽ നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മെയിൻ അട്രാക്ഷൻ ഉള്ള ഒരെണ്ണമാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് പെന്നി ബ്ലാക്ക്. അത് ബ്രിട്ടീഷ്, ഇത് ബ്രിട്ടീഷ് ഇന്ത്യ സമയത്തുള്ളതാണ്. ഒരു ലാസ്റ്റ് പീരീഡിൽ, അതായത് നമുക്ക് 1ാം സ്വാതന്ത്ര്യ ശേഷം അല്ലേ? അതെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് ലാസ്റ്റ് ഇഷ്യൂ ആണ്. അതായത് വിക്ടോറിയ രാജ്ഞി ഡയറക്റ്റ് ഇവിടെ വന്നതിന് ശേഷം, ഭരണം ഏറ്റെടുത്തതിന് ശേഷം തൊട്ടുള്ള 58 ഇത് ലാസ്റ്റ് പീരീഡ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പിൻവലിച്ചു. 58 സ്റ്റാർട്ടിങ് അവരുടെ ലാസ്റ്റ് പീരീഡിലുള്ളതാണ്. ആണല്ലേ? ഓക്കെ.
അതുപോലെ തന്നെ ഇത് പോർച്ചുഗീസ് അതിനു മുമ്പ് അതെ. അപ്പൊ ഇതിന് ഈ ഹോള് കാണുന്നതെന്ന് പറഞ്ഞാൽ നോട്ട് നിരോധിക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്കിൽ കൊണ്ട് നമ്മുടെ ഇപ്പൊ 1500 നോട്ട് നിരോധിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടു കൊടുത്തിട്ട് അതിന് പകരം പൈസ നമുക്ക് തരുമായിരുന്നു. അപ്പൊ ഈ ഒരു നോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ അവരിത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പിച്ചെടുക്കുന്നതാണ് 2 സൈഡിൽ കൂടെ ഹോള് വരുന്നത്. അത് ക്യാൻസലേഷൻ. എന്നിട്ട് ഈ നോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും, അതിന്റെ മൂല്യമുള്ള പുതിയ നോട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഏറ്റവും മേളിലിരിക്കുന്നത് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പൊ ആരോ ക്യാൻസൽ ചെയ്യാത്തത് നമുക്ക് കിട്ടിയതാണ്. നല്ല വാല്യൂ ഉള്ള, അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളതാണ്. ഈ കൂട്ടത്തിൽ അത് ക്യാൻസലേഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യം കൂടുതൽ ആണല്ലോ. പിന്നെ കുറച്ച് പോയിന്റ്സ് ഉള്ളു അതിൽ. ഇതുപോലെ എക്സിബിഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ചോള ഭരണകാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന സ്വർണ്ണ നാണയമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കളക്ഷൻ ആണുള്ളത്. പിന്നെ 2 ഫിലിം, നമ്മൾ ഈ സിനിമാ ഭ്രാന്തനായതുകൊണ്ട് പഴയ 2 ഫിലിം കിട്ടിയത് കൊണ്ട് കൊണ്ടുവച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് ക്യാമറകളും ഉണ്ട്. അതാണ് നമ്മുടെ ചേട്ടാ ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒത്തിരി. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ശരിക്കും കണ്ടാൽ ഒരു പരിധി വരെയുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന ടൈപ്പ് ക്യാമറകളാണ്, അല്ലെ എപ്പോഴേലും ഒക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ക്യാമറകളാണ്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം കയറിയ സമയത്ത് ഇങ്ങോട്ട് വന്നാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. കുറച്ച് നമുക്ക് കൂടുതൽ വാല്യൂ എന്ന് തോന്നുന്ന കുറെ അധികം ഐറ്റങ്ങൾ മാറ്റി വെച്ചു. അപ്പൊ ബാക്കി ഇരിക്കുന്നത് ഞാനിവിടെ ഡിസ്പ്ലേ. നമുക്ക് ആ പ്രൂഫ് സെറ്റുകളും കൂടെ ഒന്ന് നോക്കിയാലോ? പ്രൂഫ് സെറ്റ് നോക്കാം. പ്രൂഫ് സെറ്റുകളെ കുറിച്ചൊരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോ കാണുന്നതിനോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതും ബൈ ബൈ.